ഇവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കും വിഷയം. പെൻഷൻ കൊടുക്കാതെ എന്തിനാണ് കേരളീയം ധൂർത്ത് എന്ന് നേരത്തെ നമ്മൾ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് വർഗീസ് PVയുടെ ഒക്കെ വിമർശനങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനമാണ് പോംവഴിയെന്ന യുക്രൈൻ അധിനിവേശം തുടരുന്ന റഷ്യയോട് പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഇന്ത്യയെ അടുത്ത സുഹൃത്തായി കണ്ട റഷ്യയ്ക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. മോസ്കോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന പുടിന്റെ ഉറപ്പ് ഇന്ത്യക്ക് നയതന്ത്ര നേട്ടമായി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം നിരാശാജനകമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കിയുടെ പ്രതികരണം. ഇപ്പോൾ മോസ്കോയിൽ നിന്ന് ശ്രീ രതീഷ് നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തത്സമയം അദ്ദേഹം ഓണററി കോൺസുൽ ഓഫ് റഷ്യയാണ്. ശ്രീ രതീഷ് നായർ, അല്പസമയം മുൻപ് ഒരു സംയുക്ത പ്രസ്താവന, അതിന്റെ ഭാഗമായി തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ ആ പ്രസംഗം, അതിന്റെ ചില പരാമർശങ്ങളൊക്കെ കേട്ടിരുന്നു. എങ്ങനെയാണ് ഈ സന്ദർശനത്തെ കാണേണ്ടത്? എന്തൊക്കെ മേഖലകളിലെ നേട്ടം അവകാശപ്പെടാൻ കഴിയും സന്ദർശനത്തിലൂടെ ശ്രീ രതീഷ് നായർ? ആദ്യമേ പറയട്ടെ, ഞാൻ മോസ്കോയിലല്ല, ഞാൻ നീഷ്നി നോവ്ഗോറോഡ് എന്ന സിറ്റിയിലാണ് ഉള്ളത്. ബ്രിക്സ് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് പല കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ബൈലാറ്ററൽ സമ്മിറ്റ്, ഇൻഡോ റഷ്യൻ സമ്മിറ്റിന്റെ വിജയം എന്നുള്ളത് എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ അഭിപ്രായങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദർശനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേത്. പ്രത്യേകിച്ച് മുമ്പ് 16 പ്രാവശ്യത്തോളം ശ്രീ നരേന്ദ്രമോദിജിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സന്ദർശനത്തിന്, ഈ സഭ്യന് വളരെയധികം വലിയ പ്രാധാന്യമാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം പ്രത്യേകിച്ച് 2022 റഷ്യയുടെ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം ഈ നേതാക്കളും കാണുകയാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് അമേരിക്കയും അല്ലെങ്കിൽ പല വെസ്റ്റേൺ രാജ്യങ്ങൾക്കും ഈ സന്ദർശനം വളരെയധികം ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഇന്ത്യയും റഷ്യയും ഹിസ്റ്റോറിക്കലി തന്നെ വളരെ നല്ല സുഹൃത്തുക്കളാണ്. അത് പല മേഖലകളിലും തുടരുന്ന ബന്ധമാണ്. അത് വീണ്ടും ദൃഢമാകുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്നലെ പുടിൻ തന്റെ റഷ്യൻ പ്രസിഡന്റ് ശ്രീ വ്ളാദിമിർ പുടിൻ അദ്ദേഹത്തിന്റെ ധാക്കയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയ ഒരു അനൌദ്യോഗിക പ്രതികരണം, അവരുടെ ബോഡി ലാംഗ്വേജും പ്രത്യേകിച്ച് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പരസ്പരം അഭിസംബോധന ചെയ്തതും ഇതെല്ലാം തന്നെ ഇന്ന് ഇവിടെ ഈ നീഷ്നി നോവ്ഗോറോഡിൽ വന്ന ബ്രിക്സ് കോൺഫറൻസിൽ വന്ന അംഗങ്ങളിൽ പോലും ചർച്ചയായതാണ്. കാരണം ഇപ്പോഴും ഇന്ത്യയും റഷ്യയും സൗഹൃദ ബന്ധം കൂടുതൽ എല്ലാ വർഷവും കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുന്നു. അത് പുതിയ മേഖലകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്റെ തെളിവായിട്ടാണ് ഈ സന്ദർശനത്തെ കാണുന്നത്. ഇപ്പോൾ ഈ യുക്രൈൻ അധിനിവേശം, റഷ്യയുടെ യുക്രൈൻ അധിനിവേശം നടക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് വ്യക്തമാക്കിയ തരത്തിൽ കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. സമാധാനമാണ് ഏക പോംവഴി എന്നുള്ള തരത്തിൽ, മാൻകൈൻഡിന് അതാണ് ആവശ്യം എന്നുള്ള തരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിലപാട് പ്രഖ്യാപനം ഉണ്ടായി എന്ന് കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ശ്രീ രതീഷ് നായർ, നമ്മുടെ G20 ജോയിന്റ് ഡിക്ലറേഷനിൽ പോലും വാർ അഗെയിൻസ്റ്റ് യുക്രൈൻ എന്ന വാക്ക് ഇന്ത്യ ഉപയോഗിച്ചിട്ടില്ല. വാർ ഇൻ യുക്രൈൻ എന്നുള്ള വാക്കാണിത് ഉപയോഗിച്ചത്, വാർ അഗെയിൻസ്റ്റ് എന്നുള്ളത്. ഇപ്പൊ ഈ അധിനിവേശം എന്ന് പറഞ്ഞ താങ്കൾ പറഞ്ഞ ഈ വാക്കിനോട് എല്ലാവരും യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്ന് റഷ്യൻ ഗവൺമെന്റ് ഇന്ന് പറയുന്നത്. യുദ്ധമല്ല സമാധാനമാണ് നല്ലതെന്നുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ സ്ഥാനിനെ റഷ്യൻ ഗവൺമെന്റും അംഗീകരിക്കുന്നുണ്ട്. ഒരു ലോകത്തെ എല്ലായിടത്തും സമാധാനം വേണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ തുടങ്ങേണ്ട സാഹചര്യം അത് റഷ്യൻ ഗവൺമെന്റ് നേരത്തെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോ സ്വിറ്റ്സർലൻഡിൽ നടന്ന പീസ് സമ്മിറ്റ്, റഷ്യയെ ക്ഷണിക്കാതെ ചില രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ പീസ് സമ്മിറ്റിൽ ഇന്ത്യ ഗവൺമെന്റ് നിലപാട് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതായത് ജോയിന്റ് ഡിക്ലറേഷനിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചിട്ടില്ല. കാരണം റഷ്യ ഇല്ലാത്ത ഒരു പീസ് സമ്മിറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇന്ത്യ പ്രധാനമന്ത്രിയുടെ ഈ തന്റെ എല്ലാ രാജ്യങ്ങളും അപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ്. അത് ഒരു സ്ഥലത്തും അത് ഡൺബാസിൽ 14 വർഷത്തോളം നടന്ന കാര്യമായാലും മറ്റു സ്ഥലങ്ങളിലായാലും ശരി, യുദ്ധമല്ല സമാധാനം തന്നെയാണ് വേണ്ടതെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നത് തന്നെയാണ്. അത് എപ്പോഴും ഇന്ത്യ ഗവൺമെന്റിന്റെ